ഇനി ലഹരി പിടിച്ച വാർത്തകളിലേക്കാണ്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതികളെ 3 ദിവസത്തേക്ക് കസ്റ്റഡി വിട്ടു. തിങ്കളാഴ്ച മുതൽ 3 ദിവസത്തെ കസ്റ്റഡിയാണ് എക്സൈസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകാനായി രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, സിനിമാ നടന്മാരുടെ പേരുൾപ്പെടെ ഉയർന്നു വന്ന ഒരു കേസാണ്. ഇനിയിപ്പോൾ ഏത് രീതിയിലായിരിക്കും അന്വേഷണം മുൻപോട്ട് പോവുക? ഹിമ, ബംഗളൂരുവിൽ നിന്ന് ആലപ്പുഴയിലേക്ക് കാറിൽ കൊണ്ടുവന്ന 2 കോടിയോളം രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് ഈ മാസം 1-ാം തീയതിയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഈ കേസിൽ കണ്ണൂർ സ്വദേശിയായ തസ്ലിമ, ഒപ്പം തന്നെ ഇവരുടെ ഭർത്താവ് സുൽത്താൻ, മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ 3 പേരും നിലവിൽ റിമാൻഡിലാണ്. എന്നാൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ, പ്രതികൾ താമസിച്ച സ്ഥലങ്ങളിലൊക്കെ പോയി പോലീസ് തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഈ 3 പേരെയും ഒന്നിച്ചിരുത്തി. കാരണം ആദ്യഘട്ടത്തിൽ തസ്ലിമയും ഒപ്പം തന്നെ ഫിറോസിനെയും അറസ്റ്റ് ചെയ്തു. പിന്നീടാണ് സുൽത്താനെ തമിഴ്നാട്ടിൽ നിന്ന് എക്സൈസ് അറസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർ 3 പേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് 3 പേരെയും ഒന്നിച്ച് എക്സൈസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. കോടതി ഇത് പരിഗണിച്ച് 3 പേർക്കും കസ്റ്റഡി കാലാവധി അനുവദിച്ചിട്ടുണ്ട്. 3 ദിവസത്തേക്കാണ് അനുവദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ വരുന്ന ദിവസങ്ങൾക്ക് ദുഃഖവെള്ളി അടക്കമുള്ള അവധി ആയതിനാൽ തിങ്കളാഴ്ച മാത്രമേ എക്സൈസ് ഇവരെ ചോദ്യം ചെയ്യുകയുള്ളൂ. നിലവിൽ ഈ പ്രതികൾ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത് ശ്രീനാഥ് ഭാസി, ഒപ്പം തന്നെ ഷൈൻ ടോം ചോക്കോ എന്നിവരുടെ പേരുകളാണ്. ഇവർക്ക് ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രതികളുടെ മൊഴി. ഇത് എത്രത്തോളം വസ്തുതാപരമാണ് എന്നുള്ള കാര്യത്തിൽ എക്സൈസിന് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഈ 3 പ്രതികളെയും ചോദ്യം ചെയ്ത് എന്തെങ്കിലും ഈ സിനിമാ നടന്മാരിലേക്ക് എത്താൻ പറ്റുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതൊരു അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് നിലവിലെ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ഈ കേസിൽ, അതായത് ഈ ശ്രീനാഥ് ഭാസി അടക്കമുള്ളവരുടെ പേരുണ്ട് എന്ന് വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ച ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം ഹർജി പിൻവലിക്കുകയായിരുന്നു. ശരി, രഘുനാഥ് നാരായണനാണ് വിവരം